ഹായ്, അപ്പോൾ ഇതാണ് നമ്മളെ എടക്കഴിയൂര് വീട് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഓണേഴ്സിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇദ്ദേഹമാണ് ഓണർ, ഇൻഫ്ലുവൻസർ ആണ്, പേര് അൻസർ. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചാനല് ഇൻഫ്ലുവൻസർ എന്നാണ്, അതിൽ അൻസർ എന്നുള്ള പേര് ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നി. അപ്പൊ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇവർ രണ്ടുപേരും, ഹസ്ന ഇവരുടെ വൈഫാണ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു വീടിന് ഇന്ന രീതിയിൽ വേണമെന്നുള്ള അവരുടെ ഒരു ആഗ്രഹങ്ങൾ ആദ്യം മുതലേ പറയുകയും ഒരു ഡിസൈനിന്റെ മൊത്തമായിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ വീട് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹോം ടൂർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് അൻസർ ഭായിയോടും അതേപോലെ തന്നെ വൈഫിനോടും അവരുടെ ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. മിൻഹാജ് ബിൽഡേഴ്സ് വർക്ക് ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് അൻസർ ഭായ് 40 ബിലോ ആണോ ഏജ്? അത് പറയുന്നത് വെച്ചാല് ഞാൻ എപ്പോഴും ഓരോ ക്ലയന്റിനെയും സ്റ്റഡി ചെയ്യാറുണ്ട്. അവരൊരു ഇത്ര ഏജിന്റെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അവരതിന് പരിശ്രമിക്കുന്നത്, അതേപോലെ തന്നെ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ആളുകൾക്ക് 40 എബോവ് ആയിരിക്കും അത് സാധ്യമാക്കാനാവുക, അല്ലെങ്കിൽ ഒരു 50% വർക്ക് കഴിഞ്ഞിടുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരു ദൈവത്തിന്റെ കടാക്ഷം എന്ന് പറയാൻ പഠിച്ചോണ്ട ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് ഈ ഒരു ഏജിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു. അതിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആളുകളെ ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ചാനലിലൂടെ പറയുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ അൻസർ ബ്രോ, എന്താണ് വിശേഷം, എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഒരുപാട് സന്തോഷം. കാരണം ഇപ്പം വീട് കാണാൻ വരുന്ന നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ചുറ്റുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ കയറി വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ പ്രോസസ്സിൽ ഞാൻ മാഡത്തിന്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് എല്ലായിടത്തും വേണം. സഫീഷ്യന്റ് ആയിട്ട് ലൈറ്റ് എല്ലായിടത്തും കിട്ടണം എന്നുള്ളൊരു ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. അത് അൽഹംദുലില്ലാ എനിക്ക് എല്ലായിടത്തും അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ലൈറ്റിന്റെ ഒരു ഇപ്പൊ ഞാൻ അവിടെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും പകൽ എനിക്ക് വീടിനകത്തോട്ട് കയറുന്ന സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് തന്നെ ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു റഷ് എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല ഇത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പേഷ്യൻസ് കീപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ബാക്കിയുള്ളവർ വന്നിട്ട് പറയുന്ന സമയത്ത് ശരിക്കും അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അൻസർ ബ്രോ, നമ്മളെ മിൻഹാജ് ബിൽഡേഴ്സ് ഫസ്റ്റ് മുതൽ ഇതുവരെ നിങ്ങളോട് നിന്നിട്ടുള്ള, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളോടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് എല്ലായ്പ്പോഴും എല്ലാവരും ഫുൾ സക്സസ്ഫുൾ എന്ന് പറയുന്നതിൽ ഞാൻ തന്നെ എടുത്തു പറയുന്ന ഒന്ന് കാര്യം, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോരോ പോർഷനിലും ഇത്ര സ്പേസസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ആഫ്റ്റർ ഓൾ എല്ലാം വർക്ക് കഴിയുമ്പോൾ ചില പോർഷൻസ് ഒന്നും കൂടി വലുതാക്കാമായിരുന്നു എന്ന് ക്ലയന്റിന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷെ നമ്മളത് ഫസ്റ്റിൽ തന്നെ വലുതാക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏരിയ കുറക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മളെ ബാത്റൂമിന്റെ പോർഷൻ ആഫ്റ്റർ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി വലുതാക്കാമായിരുന്നു, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും കൂടി പറയാമായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ വീട് വർക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യങ്ങൾക്കാണെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ശരിക്കും എനിക്ക് മാനസികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രേക്ഷകരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഏരിയക്ക് വേണ്ടിയിട്ട് ഒന്നും കുറയ്ക്കേണ്ട. ബാത്റൂമൊക്കെ ഇപ്പോഴത്തെ നമ്മളെ മൈൻഡിൽ കുറച്ച് വലിയ ബാത്റൂം വേണമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതത്രയും തന്നെ വേണമെന്ന് തന്നെ പറയണം എഞ്ചിനീയറുടെ അടുത്ത്. അപ്പോൾ അത് എനിക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാക്കിയതാണ്. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ചിലപ്പോൾ എല്ലായിടത്തും സക്സസ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അൻസർ ബ്രോ, അതല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. അല്ല, മിൻഹാജ് ബിൽഡേഴ്സിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പം ഈ മെയിനായിട്ട് ഈ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള യാതൊരു ഐഡിയകളും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം
നമ്മുടെ എഞ്ചിനീയറെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ എഞ്ചിനീയറെ അടുത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ധാരണയില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാഡത്തിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാസർ ഭായി എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ എന്ത് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാലും പുള്ളി അവൈലബിൾ ആണ്. അത് പുള്ളിയുടെ നമ്മൾ എന്ത് ഡൗട്ടോ നമുക്കിപ്പം കംപ്ലീറ്റ്ലി ഇഗ്നോറന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും പുള്ളിയുടെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ സജഷൻസ് പറഞ്ഞു തരും, ഇന്ന ഓപ്ഷൻസ് എന്നുകൊണ്ട് സജഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിലും ഞങ്ങൾ വിദേശത്തുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ നാട്ടിൽ കംപ്ലീറ്റ്ലി ഇല്ലാത്ത ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% അവർ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മിൻഹാജ് ബിൽഡേഴ്സിന്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ഇത് തന്നെയാണ്. പിന്നെ ഇപ്പം ഈ മാഡം പറഞ്ഞ പോലെ ഇപ്പം ബാത്റൂമിന്റെ കാര്യം അത് നമ്മളായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ ഇപ്പം പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബാത്റൂം കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടപ്പം നമുക്ക് കുറച്ചും കൂടെ വലുതാക്കാമായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഞാൻ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാഡം ആ ഒരു വിഷമം പറഞ്ഞു. പക്ഷെ ഇപ്പം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല, ഓക്കെയാണ്, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം അതങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഓവറോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരിവിടെ നാട്ടിലില്ല, ഇവർ രണ്ടുപേരും പുറത്താണ്. ഇപ്പൊ തന്നെ കുറച്ച് ദിവസത്തിന് വന്നേക്കുന്നത്, മറ്റന്നാ ഇദ്ദേഹം പോവാണ്, അവിടെ തിരിച്ചു പോവാണ്. രണ്ടുപേരും ഫുൾ ടൈം ജോബിലുള്ള ആളുകളാണ്. അപ്പോൾ കിച്ചന്റെ കാര്യം പറഞ്ഞിരുന്നു, കുറച്ച് വലിയ കിച്ചൺ വേണം, ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ കിച്ചൺ, പിന്നെ കുറച്ച് വലുതായിട്ടുള്ളൊരു കിച്ചൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു പ്ലാനിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കും കഴിഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കിച്ചന്റെ ഭാഗം സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതൊന്ന് അറിയണം. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഹാപ്പിയാണ്. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ നമ്മൾ എന്താ പറയുക, എല്ലാ കോർണറിലും എന്തൊക്കെ വേണമെന്ന് നമ്മൾ മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പം കിച്ചണാണ് എനിക്ക് മെയിനായിട്ടൊരു കൺസേൺ ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരു കിച്ചൺ, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കിച്ചൺ അത് സ്പേഷ്യസ് ആവണം. നമ്മൾ വലിയ ഫാമിലിയാണ്, അപ്പം എല്ലാവർക്കും കൂടെ നിന്ന് നമുക്ക് അവിടെ സംസാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആവണം. അങ്ങനെയൊക്കെ നമ്മൾ അൽഹംദുലില്ലാ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. കാരണം എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാഡം അത്രയും ഫ്രണ്ട്ലിയാണ്. ഞാനിപ്പം ഫുള്ളി ഹാപ്പിയാണ്. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി നമ്മൾ ഹോം ടൂറിൽ കാണുന്നതാണ്. അപ്പോൾ അൻസർ ബ്രോ, ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള പോലെ തന്നെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മളടുത്ത് ചെയ്യുന്ന ഡീലിങ്സ് ആണെങ്കിലും സംസാര ശൈലിയാണെങ്കിലും, ഇത് ഞാൻ വെറുതെ ഒരു ഇതിൽ പറയുന്നതല്ല, ഹാർട്ട് ടച്ച് ആയിട്ട് പറയുന്നതാണ്. ഒരു ബ്രദർലി ഫീലാണ്. ഇവരെയും അതേപോലെ എൻ്റെ ഒരു സിസ്റ്റർ ഫീലാണ്. നമ്മളൊരു മിൻഹാജ് ഫാമിലിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും, വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആണ്. അത് ഇന്ന ടൈമൊന്നുമില്ല, 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം, നമ്മൾ ജീവനോടുള്ള അത്രയും കാലം വരെ ആ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അത് നമ്മൾ തരുന്ന ഉറപ്പാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ചാവി കൈമാറാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അള്ളാഹു ഒരുപാട് നല്ലൊരു ജീവിതം ആ ഒരു വീട്ടിൽ ഒരുപാട് കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ആമീൻ.